കേരളത്തിലെ കുറച്ച് പണ്ഡിതന്മാരും ഹൃദയമുള്ള മനുഷ്യരും കൂടെ ചേർന്നിട്ട് 850 നിർധന കുടുംബത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇത് കണ്ടപ്പം ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനിക്ക് മുട്ടസൂചിയുടെ ഗുണമില്ലാത്ത മതം വിട്ട പെണ്ണ്, അതായത് നിരീശ്വരവാദികൾ, അവരുടെ ഗ്രൂപ്പിൽ ഭയങ്കരമായ വിമർശനം. എന്താ അറിയാവോ? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കണ്ടില്ലെന്ന്. എടാ പഹയന്മാരെ, ആ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ ഒക്കെ സാരി ഉടുത്തവരും പറഞ്ഞിട്ടവരുവാ, അതിനകത്ത് കാണാനൊന്നുമില്ല. എന്തോ ഒരു കഷ്ടപ്പാടാ. എടാ പഹയന്മാരെ എല്ലാം ഉടുത്തവരാണെന്ന്. ഉടുക്കാത്തവരൊക്കെ നീ സൈറ്റിലോട്ട് പോകും, അവിടെ പോയി നോക്കും, അവിടെ ഉണ്ട് അത് വന്നിരിക്കുന്നു. അവിടെ എന്തെങ്കിലും മറ്റു കുറവുകളൊന്നും കണ്ടെത്താൻ പറ്റില്ല. പിന്നെ ആകെ കണ്ടെത്തിയ ഗുണം എന്താ? ആകെ കണ്ടെത്തിയ ഗുണം അവിടെ കല്യാണം കഴിഞ്ഞവരോട് ആണുങ്ങളെ കണ്ട് പെണ്ണുങ്ങളെ കണ്ടിരുന്നു. ആരാണ്ട പെണ്ണുങ്ങളെ കാണാൻ നടക്കുമോ നീയൊക്കെ? അയ്യോ നല്ല സുഖമല്ലേ പലരും പെണ്ണുങ്ങളെ കാണുമ്പോ? ഏയ് എന്താ എന്റെ ഒരു ഊച്ച്. ആരാണ്ട പെണ്ണുങ്ങളെ കാണുമ്പോ കിട്ടുന്നൊരു സൗകര്യലറിയാ കാണിക്കുക. ഓടാ പോയി സ്വന്തം പെണ്ണുമ്പളെ കാണാ. രാവുമ്പോലും ആരാണ്ട പെണ്ണുമ്പളെ കാണാൻ വന്നിരിക്കുന്നു. എടാ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യടാ. എടാ 850 പെൺപിള്ളേരെ കല്യാണം കഴിക്കണമെങ്കിൽ സ്വർണ്ണത്തിന്റെ വില എത്രടാ? എത്ര കോടി രൂപ ചെലവഴിക്കണം? ഇതൊക്കെ ചെലവഴിച്ച് അവിടെ വന്നവർക്ക് ഭക്ഷണം, ആ പെൺകുട്ടികൾക്ക് സ്വർണ്ണം, ഇതെല്ലാം കൊടുത്ത് നടന്നിട്ട് അമ്മരാകെ കണ്ടെത്തി കുറ്റമാണ്. കല്യാണം കഴിഞ്ഞവരുടെ പെൺപിള്ളേരെ കണ്ടിട്ട് ബാ ഞാൻ കാണിച്ചു തരാം പെൺപിള്ളേരെ ബാ. എടാ ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനോ ആണിനോ എടാ ഫുട്പാത്തിൽ 10 രൂപക്ക് 3 എണ്ണം കിട്ടും, മഴയത്തിട്ട കളറളവുന്നേ ഉള്ളൂ, അതെങ്കിലും മേടിച്ച് കൊടുക്കണം. അതിന്റെ നന്മ എങ്ങനെ ചെയ്യടാ? ഒരു മനുഷ്യന്മാരെ ഇന്ന് നന്മ മൊത്തം ചെകഞ്ഞു നോക്കി എന്നിട്ട് ആകെ കണ്ടെത്തിയതാ അവരെ മുഖം കണ്ടില്ലെന്ന്. അപ്പൊ അതിനൊക്കെ കാണിച്ചു തരാം ബാ.